ഇത് ഈ മഴക്കാലത്ത് നിരവധിയായ അസുഖങ്ങൾ കൂടി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. പലപ്പോഴും ആശുപത്രികളിൽ നിറയെ രോഗികളെ നമ്മൾ കാണാറുണ്ട്. എങ്കിൽ ഇപ്പോൾ ഈ ഷിഗല്ല എന്ന രോഗം അത് വലുതായി ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. വയനാട്ടിൽ തന്നെ ഷിഗല്ല ബാധിതരുടെ എണ്ണം 3 എന്നതാണ്. രോഗലക്ഷണങ്ങളുമായി കൂടുതൽ പേർ ഇപ്പോൾ ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. 468 പേർക്ക് നിലവിൽ ലക്ഷണങ്ങൾ ഉണ്ട് എന്നതുകൂടിയാണ്. അതിനിടെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ വയനാട്ടിൽ നിന്ന് ജയരാജും ഒപ്പം കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറും ആണ് ചേരുന്നത്. ആദ്യം അനീഷിലേക്ക്. അനീഷ്, ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി കോഴിക്കോടുണ്ട്. പലതരത്തിലുള്ള, അതായത് ഷിഗല്ലയെ മാത്രമല്ല, ഇപ്പോൾ നിരവധിയായ വിഷയങ്ങളുണ്ട് എന്ന് നമുക്കറിയാം ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട്. ഒപ്പം മഴക്കാലത്തിൻ്റെ പ്രത്യേകതയുണ്ട്. എന്തൊക്കെയാണ് സന്ദർശനത്തിൻ്റെ ലക്ഷ്യം? അഭിലാഷ്, വലിയ ഒരു പ്രതിസന്ധിയാണ് മഴക്കാലത്ത് സാധാരണഗതിയിൽ കേരളത്തിലെ ആരോഗ്യ മേഖല ഇത്തവണ ഷിഗല്ലയാണ് ഏറ്റവും മാരകമായി പടർന്നു പിടിച്ചൊടുക്കുന്ന ഒരു രോഗമായി എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 4.5 വയസ്സുകാരി കോഴിക്കോട് ഷിഗല്ല ബാധിച്ച് മരിക്കുകയും ചെയ്തു. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലായി നിരവധി പേർ ഷിഗല്ലയ്ക്ക് ചികിത്സ തേടി ആശുപത്രികളിൽ കഴിയുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ രോഗലക്ഷണങ്ങളോടെ മറ്റും രോഗലക്ഷണങ്ങൾ പ്രകടമായ ആളുകളുമുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശനം നടത്തുന്നത്. ഇന്നലെ അദ്ദേഹം കായകൽപ്പം എന്ന, അതായത് ആരോഗ്യത്തിന് സമ്പൂർണ്ണമായി നവീകരിക്കുന്നതിനുള്ള ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അതുമായി ബന്ധപ്പെട്ട അദാലത്ത് ഉദ്ഘാടനം ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഈ മലബാർ മേഖലയിലെ തന്നെ 4-5 ജില്ലകളിലെ ആളുകൾ ആശ്രയിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സന്ദർശനം നടത്തുന്നത്. നിരവധി പരാതികൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് വരുന്നിരുന്നു. ചികിത്സാ പിഴവുകളും സൗകര്യങ്ങളുടെ ഒരു അഭാവവുമൊക്കെ പലപ്പോഴായി UDF തന്നെ വിമർശനങ്ങളായി ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം നേരിട്ട് എത്തിയിരിക്കുന്നത്. എന്തായാലും വന്ന ശേഷം ഉന്നത ഉദ്യോഗസ്ഥരുമായി ഡോക്ടർമാരുമായും ഒക്കെ അദ്ദേഹം ആശയവിനിമയം നടത്തുന്നുണ്ട്. ഒപ്പം ആശുപത്രിയിലെ സൗകര്യങ്ങൾ നേരിട്ട് നോക്കിക്കാണും എന്നും അറിയുന്നു. ഇതിനുശേഷം കോഴിക്കോട് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന മറ്റൊരു ആശുപത്രിയായ ബീച്ച് ആശുപത്രിയിലേക്കും അദ്ദേഹം എത്തും. ബീച്ച് ആശുപത്രിയുടെ സൗകര്യങ്ങളും അദ്ദേഹം വിലയിരുത്തും. എന്തായാലും സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരു കാലമാണ് മഴക്കാലം. അതുകൊണ്ട് തന്നെ പൂർണ്ണ സജ്ജമായ ആരോഗ്യ സംവിധാനങ്ങൾ ഈ മഴക്കാലത്ത് നേരിടാൻ അനിവാര്യവുമാണ്. ആ ഒരു മുന്നൊരുക്കം ലക്ഷ്യമിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ സന്ദർശനങ്ങൾ. എന്തായാലും മഴക്കാല പൂർവ്വ രോഗങ്ങളുണ്ട്. അതേസമയം തന്നെയാണ് ഷിഗല്ല അത് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒന്നായി മാറുന്നു. കൂടുതൽ പേർ രോഗലക്ഷണവുമായി എത്തുന്നു എന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഇതിനിടെയാണ് ആരോഗ്യമന്ത്രി കോഴിക്കോട് ഉള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.